Gypsum sheet എന്ന് പറയുന്നത് എപ്പോഴും ബോത്ത് സൈഡ് രണ്ട് സൈഡിലും പേപ്പർ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ജിപ്സം വരുന്ന ഒരു ഷീറ്റാണ്. ഈ ആങ്കർ ബോൾട്ട് അല്ലാതെ ഇത് ഫിഷർ പ്ലഗ് ആണ്, ഇത് സ്ക്രൂ ആണ്. ഇത് വെച്ചിട്ട് ഒരിക്കലും മുകളിൽ നിന്നാണെന്നൊരു സ്ക്രൂ ചെയ്യാൻ ശ്രമിക്കരുത്. നമസ്കാരം, അഗാക് ഇന്റീരിയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്റീരിയർ ഡിസൈനർ ഡെന്നി എബ്രഹാം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട് സീലിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് സീലിംഗ് ചെയ്യണം. കാരണം ചില ആളുകളുടെ വീട് വാർത്ത വീടുകളായിരിക്കാം, ചിലരെ ഓടിട്ട വീടുകളായിരിക്കാം, അങ്ങനെ പല കണ്ടീഷൻസിലുള്ള. പിന്നെ അടുത്തത്, അതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഏത് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഏത് സമയത്ത് ജിപ്സം സീലിംഗ് നിങ്ങളുടെ വീടിന് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഡിസൈൻ ചെയ്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ പുറകിൽ നിന്ന് കാണാൻ സാധിക്കും, ഇതൊരു ബീമാണ്. ഈ ബീം ഇതിന്റെ ക്രോസ് ബീം ചെയ്ത സെന്ററിൽ കൂടിയാണ് ഈ ഒരു ഇതിൽ പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസൈൻ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ബീം കവർ ചെയ്യണമെങ്കിൽ ആ ഡിസൈനും കൂടെ വരുമ്പോൾ ചിലപ്പോൾ സാധിക്കാതെ വരും. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്താൽ മാത്രമേ, ഈ റൂം സൈസ് ടോട്ടലി എടുത്ത് അത് ഡിസൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡിസൈൻ നിങ്ങളുടെ വീടിന് അനുയോജ്യമായി വരത്തുള്ളൂ എന്നുള്ളതാണ്. ബീമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലോഫ്റ്റിൽ വരുന്നതായിട്ടുള്ള സ്ലാബുകളും, ഇതും ഡിസൈനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഒരു ജിപ്സം സീലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കാര്യം, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട് വാർത്ത വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത വീടിനുള്ളിൽ നിങ്ങൾക്ക് ജിപ്സം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ജിപ്സം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, കാരണം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. അതേപോലെ നിങ്ങൾ ഓടിട്ട വീടാണ് നിങ്ങൾ ജിപ്സം സീലിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനകത്ത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജിപ്സം ഷീറ്റിലേക്ക് വെള്ളം ഊർന്ന് വീണ് കഴിഞ്ഞ് ആ ജിപ്സം ഒരു പരിധി വരെ താങ്ങും. കാരണം ഈ ജിപ്സം ഷീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബോത്ത് സൈഡ് രണ്ട് സൈഡിലും പേപ്പർ മാത്രമേ ഉള്ളൂ, അതിനിടയ്ക്ക് ജിപ്സം വരുന്ന ഒരു ഷീറ്റാണ്. അപ്പോൾ ഇതിന് വെയിറ്റ് ഒരു പരിധി കഴിഞ്ഞ് ഇത് കുതിർന്നു കഴിഞ്ഞാൽ ഇത് അടർന്ന് നമ്മളുടെ മുകളിലേക്ക് വീഴുന്ന സമയത്തേക്ക് നമ്മൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഓടിട്ട വീടിനകത്ത് നിങ്ങൾ ജിപ്സം ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഓടിട്ട വീടിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കാൽസ്യം സിലിക്കേറ്റ് അല്ലെ വി ബോർഡ് പോലുള്ള സീലിങ്സ് ആണ്. അപ്പോൾ ഈ വി ബോർഡ് പോലുള്ള സീലിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ജോയിൻസ് ആണെന്നുള്ള ഇൻ ഫ്യൂച്ചറിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അതിന് ക്രാക്സ് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഒരു ആക്ച്വൽ കോമ്പൗണ്ട് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിട്ടില്ല. ചിലയിടത്ത് എന്നാൽ ഉണ്ട് താനും, അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് എത്രമാത്രം പ്രാക്ടിക്കലി ഇതുവരെയും മീൻസ് തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ക്രാക്സ് വീഴാം. അതുകൊണ്ട് അത് നിങ്ങൾ പ്രതീക്ഷിച്ചോണം. പക്ഷേ ജിപ്സം സീലിംഗ് ചെയ്യുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ക്രാക്സ് വീഴാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് അതിൻ്റെ ആക്ച്വൽ കോമ്പൗണ്ട് നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ജിപ്സം സീലിംഗ് ആണെന്നുള്ളത് ചെയ്യുമ്പോൾ പലരും കണ്ടിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ സീലിംഗിലേക്ക് പോവുക എന്നുള്ളൊരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞ സീലിംഗിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചിന്തിക്കുന്ന ചിലപ്പം ഒരു കോൺട്രാക്ടർ ആണെന്നുള്ള മീൻസ് കുറച്ച് ചെയ്യുന്നു, ഒരാൾ കൂട്ടി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഷീറ്റുകളെല്ലാം, ജിപ്സത്തിൻ്റെ ഷീറ്റുകളെല്ലാം തന്നെ ഒന്നായിരിക്കും ചിലപ്പം എല്ലാ കോൺട്രാക്ടേഴ്സും ചെയ്യുന്നത്. അത് ചിലപ്പോൾ ആണെന്നുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ഷീറ്റ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ചാനലിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. എപ്പോഴും ഈ ചാനൽ നല്ല സ്ട്രെങ്ത് ഉള്ള ചാനലല്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ പറഞ്ഞു വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ജിപ്സം സീലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് സീലിംഗ് ചെയ്യുമ്പോഴും ആണെന്നറിൽ നമ്മളുടെ വാർത്ത വീടുകളാണെങ്കിൽ, എക്സ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നത് വാർത്ത വീടുകളാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ആങ്കർ ബോൾട്ടാണ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ആങ്കർ ബോൾട്ടാണ്.
ഓക്കെ, ഈ ആങ്കർ ബോൾട്ട് ഡ്രില്ല് ചെയ്തിട്ട് ഇത് സപ്പോർട്ട് കൊടുത്ത് നിർത്താവും. കാരണം പറയാൻ കാര്യമൊന്നുമല്ല, ഇത് ഈ ആങ്കർ ബോൾട്ടിൽ സപ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആങ്കർ ബോൾട്ട് അല്ലാതെ ഇത് ഫിഷർ പ്ലഗ് ആണ്, ഇത് സ്ക്രൂ ആണ്. ഇത് വെച്ചിട്ട് ഒരിക്കലും മുകളിൽ നിന്നാണെന്നൊരു സ്ക്രൂ ചെയ്യാൻ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന്, ചെറിയ പൈസയുടെ കോംപ്രമൈസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയതായിരിക്കും. കാരണം ഇത് തൂങ്ങിപ്പോവും. ഞങ്ങളുടെ ലാംഗ്വേജിൽ പറഞ്ഞ ഇത് തൂങ്ങി മുകളിൽ നിന്ന് വിട്ടുപോകും. പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ അഴിച്ചതിന് ശേഷം വീണ്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ജിപ്സം ആണെങ്കിൽ ഒരു കാരണവശാലും ആ ബോർഡുകൾ ഒന്നും തന്നെ വീണ്ടും നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പുതിയതായിട്ട് ചെയ്യേണ്ടി വരും. ചാനൽ അടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പുതിയതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും ഇതിനകത്ത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ ആണെന്നൊരു ഷീറ്റ് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നല്ല കമ്പനിയുടെ ജിപ്സം ഷീറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഷീറ്റിൻ്റെ വെയിറ്റ് ഇപ്പോൾ അവർ ഓൾറെഡി മാർക്കറ്റിലേക്ക് ഇറക്കിയിരിക്കുന്ന ഏത് ഷോപ്പിൽ നിന്ന് എവിടെ നിന്ന് നിങ്ങൾ എടുത്താലും അതിൻ്റെ ഷീറ്റിൻ്റെ വെയിറ്റ് എല്ലാം ഒരുപോലെ ആയിരിക്കും. അതേ സമയത്താണെന്നൊരു ഒരു തീരെ ലോക്കൽ ഒരു കമ്പനിയുടെ ആണ് ഷീറ്റ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റിലും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഈ വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് അടിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് അതിനടുത്ത ഷീറ്റ് വെക്കുന്നിടത്ത് തീർച്ചയായിട്ടും വെയിറ്റിന് വേരിയേഷൻ ഉണ്ട്. അത് ശരിക്കും നമ്മളുടെ സീലിങ്ങിനെ അത് ബാധിക്കും. അതൊരു കുറച്ച് കാലം കഴിയുമ്പോൾ ഇപ്പോഴും തുടക്കത്തിലൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ ലൈഫ് എപ്പോഴും ആണെന്നൊരു കുറവായിരിക്കും. എപ്പോഴും അത് തൂക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ജിപ്സം സീലിങ്ങിന് വാറണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ ആണെന്നൊരു എത്ര കാലം ആണെന്നുള്ളതാണ് ഇതിൻ്റെ വാറണ്ടി. നല്ല രീതിയിൽ, അതായത് റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ ആണെന്നൊരു ജിപ്സം ഷീറ്റും അതേപോലെ തന്നെ അതിൻ്റെ നല്ല സ്ട്രെങ്ത് ഉള്ളതായിട്ടുള്ള ചാനൽസും യൂസ് ചെയ്ത് നിങ്ങളാണെന്നൊരു സീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന് എന്ത് സംഭവിക്കുന്നോ അതുവരേക്കും ഈ ജിപ്സം സീലിങ്ങും അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് സത്യം. പക്ഷേ പല ആളുകൾക്കും അത് അറിയത്തില്ല. അപ്പം ചിലരാണെന്നൊരു നമ്മളുടെ ഒരു അല്പ ലാഭത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൈസിന് വേണ്ടിയിട്ട് ചാനൽസിൻ്റെയും അല്ലെങ്കിൽ ഷീറ്റിൻ്റെയും ഇതേപോലെ സ്ക്രൂ വെച്ചിട്ടും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കാണെന്നൊരു നിങ്ങളുടെ ഫ്രണ്ട്സിന് അതേപോലെ കസിൻസിനൊക്കെ ആണെന്നൊരു നിങ്ങളുടെ വീട് പണിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്നൊരു നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണാം. സൈനിങ് ഓഫ്, ഡെന്നി അബ്രഹാം.